ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഷിന്നിന്റെ ഫാമിലി ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്നത്. നമ്മുടെ കൂട്ട് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല, ഞാൻ നിന്നെ തേടിയെത്തുമെന്ന് പറഞ്ഞാണ് ഷിൻ തേജോനോട് യാത്ര പറഞ്ഞ് അന്ന് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആ ഒരു വേർപാടിന് ശേഷം കുറെ വർഷങ്ങൾ കടന്നു പോകുന്നു. ഒന്നും രണ്ടും അല്ല, പിന്നീട് 15 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ദേ ഈ കാണുന്ന പെൺകുട്ടിയില്ലേ, ഇവളാണ് നമ്മുടെ കഥാനായികയായ ഷിൻ. ഇതേ പേര് തന്നെയല്ലേ മുന്നേ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കില്ലേ? സംഭവം എന്താണെന്ന് വെച്ചാൽ ആ പയ്യൻ തന്നെയാണ് ഈ പെണ്ണ്. എങ്ങനെയാണ് അന്നൊരു ആൺകുട്ടിയായിരുന്ന ഈ പയ്യൻ ഇപ്പോൾ ഒരു പെൺകുട്ടിയായി മാറിയത് എന്ന് വെച്ചാൽ അതൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായി എങ്ങനെയെന്ന് അറിയാത്ത രീതിയിൽ ഷിന്നിൻ്റെ ആ ഒരു പുരുഷൻ്റെ അവയം സ്ത്രീയുടേതായി മാറുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്ന് ആകെ ഷോക്കാവുന്ന ഷിന്നിൻ്റെ അമ്മ വേഗം തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഡോക്ടർ പോലും ഇവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതൊരു ആൺകുട്ടിയായിരുന്നോ? ഇതൊരു പെൺകുട്ടി തന്നെയാണല്ലോ, ഇതൊരു ആൺകുട്ടിയാവാൻ ഒരു ചാൻസും ഇല്ലല്ലോ എന്ന് ഡോക്ടർമാർ പറയുന്നു. പക്ഷേ ഷിന്നു ഒരു ആൺകുട്ടിയായിരുന്നു, എങ്ങനെ പെട്ടെന്ന് പെണ്ണായി മാറി എന്നത് ഡോക്ടർക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു മിസ്റ്ററിയായി നിൽക്കുന്നു. എന്തായാലും ഇനി തൻ്റെ മകനെ ഒരു പെണ്ണായി ജീവിക്കാനേ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയ അമ്മ അങ്ങനെ സ്കൂൾ മാറ്റുകയും ഷിന്നിൻ്റെ ആൺകുട്ടിയുടെ പേര് മാറ്റി ഷിൻ എന്ന് ഒരു പെൺകുട്ടിക്ക് എങ്ങനെ പേരിടാമോ അതേപോലെ എല്ലാം സെറ്റ് ചെയ്ത് ഒരു പുതിയ സ്കൂളിൽ ഒരു പുതിയ ഐഡൻറ്റിറ്റിയിൽ തൻ്റെ മകളെ വളർത്തുകയും ചെയ്തു.